കോൺഗ്രസിൻ്റെ ഉന്നതനായൊരു നേതാവിനെ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ്, ചില ഗ്രൂപ്പുകാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അത് ഞങ്ങൾക്കത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ചിലരുടെ മത്സരങ്ങളാണ് ഇത്തരമൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവർ അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെതായ വഴിക്ക് പോകും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീ ശശി തരൂർ അതുപോലെയുള്ള പ്രഗത്ഭന്മാർ നിരീക്ഷിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരിക്കുന്ന നിക്ഷേപ സംരംഭകരുടെ മഹാസമ്മേളനം 26 രാജ്യങ്ങളിലെ വിദഗ്ധരും അതുപോലെ തന്നെ നയതന്ത്രജ്ഞരുമാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഏതാണ്ട് ലക്ഷം കോടികളുടെ നിക്ഷേപമാണ് അവർ കേരളത്തിലേക്ക് നൽകാൻ തീരുമാനിച്ചത്. കേരളം നല്ല വ്യവസായ അന്തരീക്ഷമുള്ള നല്ലൊരു നാടാണ് എന്ന് അവരെല്ലാം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്ര കോടിയും ഇവിടെ നിക്ഷേപിക്കാം. ഇവിടെ സുരക്ഷിതമാണ്, വ്യവസായം വളരും, രാജ്യം ഉയരും. കേരളത്തിൻ്റെ താല്പര്യവുമാണത്. ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു നയതന്ത്രജ്ഞൻ, ഭരണാധികാരി, കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ,